നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ്, അവർ നേരിടാൻ പോകുന്ന കർമ്മയും പ്ലസ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു എനർജിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ഇതിൽ നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും റെസനേറ്റായിട്ട് വരുന്നതായിരിക്കും. കൂടാതെ തന്നെ ടാറോഡ് റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം വെറുതെ നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി കണക്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ മാത്രമാണ് ഇത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് വരികയുള്ളൂ. കാരണം ഇതൊരു ഊർജ്ജത്തെയാണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തെടുക്കുന്നത്. ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് ആണ്. അപ്പം നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്ന രീതികൾക്കൊത്ത് മുന്നോട്ടേക്ക് പോവുക. പ്ലസ് ഈ ഒരു ഗൈഡൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി അതിനോടനുസരിച്ച് കണക്ട് ചെയ്ത് കൊണ്ടുപോവുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിതിനകത്ത് നോക്കുന്നത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. കാരണം ഇമോഷണലി നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആയിരുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയാണ് കേട്ടോ ഇതിനകത്ത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇമോഷണലി വളരെയധികം വിശ്വാസത്തോടു കൂടി കണക്റ്റ് ചെയ്തിരുന്ന റിലേഷൻ്റെ എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തെ, അതായത് ഇമോഷൻസിനെ വിട്ടുപോയതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു അകൽച്ച, ഒരു വിരക്തി ഫീൽ ചെയ്ത്, ഒരു ടോക്സിക് എനർജി ആയിട്ട് നിങ്ങളുടെ ബന്ധത്തെ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്തു. വളരെ അഡിക്ഷനോട് കൂടിയാണ് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പറയുന്നത് അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നൊരു പേഴ്സണാണ്. നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് മുൻപ് തൊട്ടേ അയാളുടെ ലൈഫിൽ ഒരുപാട് ബന്ധങ്ങൾ ഉള്ള ഒരു പേഴ്സണായിട്ടും, അതുമാത്രമല്ല ഇയാൾക്ക് എന്തോ ഒരു അഡിക്ഷൻ എനർജി, ഇമോഷണൽ പരമാകുന്ന ഒരു അഡിക്ഷൻ ഉള്ള ഒരു പേഴ്സൺ കൂടിയാണ്. അതായത് ഒരു വ്യക്തി ബന്ധങ്ങൾക്ക് പ്രാധാന്യം, മനുഷ്യൻ്റെ വികാരങ്ങൾക്കോ വേദനകൾക്കോ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ ആ ഒരു പേഴ്സണ് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ രീതിയിൽ ബന്ധങ്ങളെ കോർത്തിണക്കി കൊണ്ടുപോകുന്നതും ആവശ്യം. ആ ഒരു പേഴ്സൺ എപ്പോഴാണോ ആ ഒരു ബന്ധത്തിൽ വിരക്തി ഫീൽ ചെയ്യുന്നത്, മടുപ്പ് ഫീൽ ചെയ്യുന്നത്, ആ സമയത്ത് ആ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഒരിടത്ത് മാത്രം ഉറച്ച് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള പേഴ്സൺ അല്ല. ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ ആവശ്യം വരുമ്പോൾ അതനുസരിച്ച് ബന്ധങ്ങളിൽ കണക്ട് ചെയ്യും. അയാളുടെ നേട്ടങ്ങൾക്കും പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ട് നോക്കുമ്പോഴും ആ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബന്ധങ്ങളെ കണക്ട് ചെയ്യും. ഇമോഷണൽ പരമാകുന്നത്, ഫിസിക്കൽ പരമാകുന്ന ആവശ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി മറ്റു ബന്ധങ്ങളെ ചൂസ് ചെയ്യുന്ന പേഴ്സണാലിറ്റി തന്നെയാണ് നിങ്ങളിനി തർക്കിച്ചാലും നമുക്ക് കിട്ടിയേക്കുന്ന എനർജി എന്നത് കേട്ടോ. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വ്യക്തികളെ കണക്റ്റ് ചെയ്യുകയും അവരുടേതാകുന്ന ഒരു ആവശ്യം കഴിയുമ്പം റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ അപ്പോഴും ഇപ്പോഴും അയാളുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം നിങ്ങളെക്കാൾ കുറച്ചും കൂടി മികച്ചതായ മറ്റൊരു ബന്ധം, ഒരു സെലിബ്രേഷൻ, ഒരു സക്സസ് പ്രതീക്ഷിച്ച് അത് അയാളെ സംബന്ധിച്ച് മൊത്തത്തിലുള്ള ഒരു വിജയം, അതായത് അയാൾക്കൊരു വലിയ അട്രാക്ഷൻ ഫീൽ ചെയ്ത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയി എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ. അതായത് ഇമോഷൻസ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഇമോഷൻസിനെ ഉപേക്ഷിച്ച് അതൊരു ടോക്സിക് ആക്കി തീർത്തു, ബ്ലോക്കേജ് വരുത്തി, അതായത് നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് നിങ്ങളുടെ ബന്ധത്തെ ടോക്സിക് ആക്കി തീർത്ത് കടന്നുപോയി എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഫാമിലിയുള്ളൊരു എനർജിയും കാണുന്നുണ്ട് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് നേരെ പോയത് ഫാമിലി എനർജിയിലേക്ക് തന്നെയാണ്. അതായത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് തന്നെ അവർ ഫാമിലിയെ കണ്ടു, അതല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായി എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും എസ്കേപ്പിംഗ് ചെയ്ത ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ.
കുറേ കാര്യങ്ങളെ ഹീലാക്കാനും ഓവർകം ചെയ്യാനുമൊക്കെ ആയിട്ടാവാം അവർ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോയത്. ആ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് അല്ല. അവരുടെ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് അവർക്കൊരു ബന്ധനാവസ്ഥയാണ്. അവിടെ നിന്നും അവർക്കൊരു പോസിറ്റിവിറ്റി കിട്ടാതെ ഒരു പവർ ലോസ് എനർജിയാണ് കേട്ടോ അവർക്ക് ഫാമിലിപരമാകുന്ന ആ ഒരു ബന്ധത്തിൽ നിന്നും അവർക്ക് കറൻറ്റിലി ഇപ്പോൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമില്ലായ്മയുണ്ട്. വളരെയധികം പിരിമുറുക്കങ്ങളും കോൺഫ്ലിക്റ്റുകളും നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അവർക്കൊരു മനസ്സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ അവർക്ക് എന്തിനെയൊക്കെ അവർ പേടിക്കുന്ന സിറ്റുവേഷൻസാണ് കറൻറ്റിലി നോക്കുമ്പം. ഭയത്തെ അതിജീവിക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഇമോഷൻസിനെ അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ഹൈഡിങ് എനർജിയിൽ തന്നെയാണ് ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാവാം അവർ വളരെയധികം ഭയത്തെ അതിജീവിക്കുന്നതായിട്ടും അവരൊരു വിധിയെ എന്തെങ്കിലും ഒരു തകർച്ച വരുമോ എന്നുള്ള ഒരു സിറ്റുവേഷൻസ് അവർ ഇങ്ങനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും ഏതെങ്കിലും രീതിയിൽ അവരിപ്പോൾ കെട്ടിപ്പടുത്ത് ഒരു സക്സസ് എനർജിയിൽ നിർത്തിയിരിക്കുന്ന ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള എപ്പോഴും ഭയത്തെ അവർ അതിജീവിക്കുന്നു. കാരണം അവർ ചെയ്തത് തെറ്റാണ്, നിങ്ങളോട് അവർ കാണിച്ചത് മോശമാണ്, അത് ശരിയല്ലായിരുന്നു എന്നതും അവർ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട്. അവർ ശരിക്കും ഭയപ്പെടുന്നു എന്ന് തന്നെ കാണാം. കാരണം അവരുടെ ബന്ധത്തിൽ അവർക്കൊരു ഉറപ്പില്ല. അവരുടെ ഫാമിലി ബേസിലാണെങ്കിലും അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും അവരെങ്ങോട്ടാണോ നിങ്ങളിൽ നിന്ന് പോയത് ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് ഭയത്തെ അതിജീവിക്കേണ്ടി വരുന്നു. എപ്പോൾ വേണമെങ്കിലും എന്തും നേരിടേണ്ടി വരുമെന്നും അറിയാം. അഥവാ നിങ്ങളുമായിട്ടുണ്ടായ അതല്ലെങ്കിൽ അവരുടെ പാസ്റ്റിലെ നെഗറ്റീവാകുന്ന കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ ആ ഒരു പേഴ്സൺ അവോയ്ഡ് ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം അവർക്കിപ്പോൾ ഉണ്ടായ ഒരു ബാഹ്യമാകുന്ന ഒരു സക്സസ് ഏകദേശം അവരൊരു സക്സസ് എനർജിയിലാണ് പോകുന്നത്. അവർ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവരുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവരിപ്പം മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിലാണ്. ഇവർക്ക് ഒരു അധികാരമോ ഇവർക്ക് അവിടെ ഒരു വോയിസോ ഇല്ല. അവർക്കൊന്നും പറയാനോ ഒന്നിനും പറ്റാത്ത വിധം അവരൊരു സ്റ്റക്ക് എനർജിയിലാണ്. ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇമോഷണലി അവർക്കൊരു ആത്മസംതൃപ്തി ഇല്ല. ഇവരെ സംബന്ധിച്ച് എപ്പോഴും ഭയത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളെ വിട്ടുപോയ ഈ ഒരു പേഴ്സൺ ഭയത്തെ അതിജീവിക്കുന്നു. കാരണം ഇവർ ചെയ്തത് ഇവർക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ളൊരു പേടി ഇവരുടെ ഉറക്കം കെടുത്തുന്നു എന്ന് പറയാം. മാത്രമല്ല ഇവർ ചെന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഫാമിലി ആയിക്കോട്ടെ തേർഡ് പാർട്ടി ആകുന്ന മറ്റൊരു എനർജി ആയിക്കോട്ടെ അവരവിടെ അവർക്ക് മുമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റിനെ അടിയറ വെച്ച് നിൽക്കുന്നു. മറ്റൊരാളുടെ കൺട്രോളിങ് പവറിൽ ഇവർ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു രീതിയിലും കൺട്രോളിങ് പവർ എടുക്കാൻ പറ്റാത്ത ഒരു കറൻറ്റ് സിറ്റുവേഷൻസാണ്. കാരണം ഇവരേതെങ്കിലും രീതിയിൽ അവർക്ക് നേരെ നല്ല രീതിയിൽ പവർഫുള്ളായിട്ട് പെരുമാറുകയോ അവരെ ഇവർ കൺട്രോളിലാക്കുകയോ ചെയ്താൽ ഏതെങ്കിലും വിധത്തിൽ ഇവർ ചെയ്ത ചതി മറ്റുള്ളവരോട് പാസ്റ്റിലേക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തികളോട് ചെയ്ത കാര്യങ്ങൾ ഇവരറിയാൻ സാധ്യതയുണ്ടായാൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷൻസ് അറിയാൻ സാധ്യതയുണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ ചീറ്റിംഗ് സംഭവിച്ചിരിക്കും. ഇമോഷണലി ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ പെയിൻഫുള്ളാകുന്ന പല സിറ്റുവേഷൻസും അവർ നേരിടേണ്ടി വരുമെന്നുള്ളതും കറക്റ്റാണ്. അതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവർ സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഇവരെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് പോയതൊരു ബ്ലെസ്സിങ്സ് പ്രതീക്ഷിച്ചാണ് കേട്ടോ. അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവാം, അതല്ലെങ്കിൽ അവർക്ക് മറ്റെന്തോ നേട്ടങ്ങൾ അവർക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തതാവാം തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങളിൽ നിന്നും പോയ ആ ഒരു സാഹചര്യം. മാത്രവുമല്ല ചിലരൊക്കെ ഒരു ട്രാവലിംഗ് എനർജിയും നടത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ പാതയെ കണക്റ്റ് ചെയ്ത് അവരൊരു വിദേശവാസമൊക്കെ നടത്തിയ ഒരു എനർജിയും കാണുന്നുണ്ട്. എന്താണെങ്കിലും സ്ട്രോങ് ആയിട്ടൊരു സക്സസ് പ്രതീക്ഷിച്ച് അവർ വളരെയധികം ഒരു വിജയത്തിലേക്ക് എത്തും. ഇനി ആരുടെ മുമ്പിൽ തോൽക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി തന്നെയാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് പോയത്. മാത്രവുമല്ല ഇമോഷണലി നോക്കുമ്പം വളരെയധികം അൺകണ്ടീഷണൽ ഫീൽ ചെയ്ത് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഇവർ പോയത് ഇവർക്ക് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്ത് ഇവരാഗ്രഹിച്ച രീതിയിലുള്ളൊരു സാഹചര്യം അവിടെ ലഭിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയും സിംഗിൾ
സിംഗിളായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു വിവാഹം പോലുള്ളൊരു എനർജി കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയത്. അല്ലാത്തവർക്ക് ഫാമിലിപരമായ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരുമിച്ച് വീണ്ടും ഒന്നും കൂടി ക്ലിയർ ചെയ്ത് കണക്റ്റഡ് ആയിട്ട് ഒരു നല്ലൊരു ജീവിത സിറ്റുവേഷൻസ് തന്നെയാണ് അവർ ആഗ്രഹിച്ചത്. ശരിക്കും ടോട്ടൽ എനർജി പറയുകയാണെങ്കിൽ ഈ തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഇവർ നിങ്ങളിൽ നിന്ന് പോയത് ഒരു ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിച്ച് തന്നെയാണ് കേട്ടോ. അവരുടെ ലൈഫിലൊരു മാറ്റം, സക്സസ് പ്രതീക്ഷിച്ച് തന്നെയാണ് കടന്നു പോയത്. പക്ഷേ അവർക്ക് അവിടെ ഒരു ഭയത്തെ അതിജീവിക്കേണ്ടി വരുന്നു. സ്റ്റക്ക് എനർജിയിലൂടെയാണ് കറൻറ്റിലി പോകുന്നത്. പക്ഷേ അവർ ഓക്കെയാണ്. ആ സിറ്റുവേഷൻസിൽ അവർക്ക് സക്സസ്സും വിജയമൊക്കെ ഉണ്ട്. അവർ പൂർണ്ണമായും പോസിറ്റീവായിട്ട് നിൽക്കുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ, അവരുടെ എപ്പോഴും ഉള്ളിൽ ഒരു ഭയത്തെ അതിജീവിക്കേണ്ടി വരുന്നു. എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാവുന്ന ഒരു കോട്ട കെട്ടിപ്പടുത്തുയർത്തിയ ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. മതിമറന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ. അതുപോലെ അവർ കർമ്മ എന്ത് നേരിടുമെന്നുള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും. അവരുടെ എല്ലാ രീതിയിലും അവർക്ക് ബർഡനാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു ഫാമിലി ലൈഫിൽ കേട്ടോ, അവരിപ്പം നിങ്ങളിൽ നിന്ന് ഏത് സിറ്റുവേഷൻസിലാണോ ഹാപ്പിനെസ്സോട് കൂടി നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്ന് തന്നെ അവർ തീർച്ചയായിട്ടും പെയിൻഫുള്ളാകുന്നു. അവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെ അവർ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഒരു ട്രാപ്പഡ് എനർജിയിൽ പെട്ട് കിടക്കും. അവർക്കൊരിക്കലും ആ സിറ്റുവേഷൻസിൽ നിന്നും രക്ഷപ്പെടുക എന്നത് മാർഗമില്ലാത്ത അവസ്ഥയിലാകപ്പെടുന്ന ഒരു പെയിൻഫുള്ളാകുന്ന സാഹചര്യം. അതവരെ ഫിനാൻഷ്യലി മാത്രമല്ല അവരെ ഹെൽത്ത് പരമായിട്ട് വരെ ശരിക്കും കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ തീർച്ചയായിട്ടും അവർ ശക്തമാകുന്ന 10 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. കർമ്മ നേരിടുമെന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല. അവർക്ക് ചിന്തിക്കാൻ വയ്യാത്ത, അവരെവിടേക്കാണോ സക്സസ് നേടിയെടുക്കാൻ ശ്രമിച്ചത്, നിങ്ങളെ വിട്ടിട്ട് അവർ പോയി ആക്ഷൻ എടുത്തത്, അതായത് വളരെയധികം ഇൻസ്പിറേഷനോട് കൂടി അവർ പ്രതീക്ഷയോട് കൂടി ഏതൊക്കെ സാഹചര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നോ അതെല്ലാം അവർക്കൊരു ബർഡനായിട്ട് തീരും. ഒരിക്കലും അവർക്ക് അവിടെ ഒരു ഹാപ്പിനെസ്, അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻസിനെ അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളിൽ നിന്നും അവർ പോയത്, നിങ്ങളിൽ നിന്നും അവർ വിട്ടുപോയത് അവരെന്തൊക്കെയോ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചാണ്. അവർക്ക് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ലൈഫിൽ അവർ നേടിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് നല്ലൊരു സക്സസ്, വിജയമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ ഒരു പരാജയ സമയത്താണ് നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് നേടിയെടുത്തുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു വ്യക്തി അതിനെന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസുകൾ അവരുടെ മുന്നിൽ വന്നപ്പം മറ്റൊരു വ്യക്തിയിൽ നിന്നാവാം, അവരുടെ ജീവിത സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ഫാമിലി എനർജിയിലുള്ളവർക്കാണെങ്കിൽ ആ സിറ്റുവേഷൻസിലാവാം അവർക്കത് തിരിച്ച് ലഭിക്കുമെന്നുള്ളൊരു എനർജിയോട് കൂടി അവർ കണക്റ്റ് ചെയ്ത് പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. അവിടെ അവർ തീർച്ചയായിട്ടും കർമ്മ നേരിടും. അവർ എന്തെല്ലാം കാര്യങ്ങളാണോ ഇനി നെക്സ്റ്റ് നിങ്ങളോട് ചീറ്റിംഗ് ചെയ്ത് കടന്നു പോയിട്ട് അവരാഗ്രഹിച്ചുകൊണ്ട് നേടാൻ ശ്രമിച്ചത്, അതെല്ലാം അവർക്ക് ബർഡനായി തീരുമെന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ഈഗോ ഇടിയും കേട്ടോ. അവർക്ക് എത്രത്തോളം ഈഗോ എനർജി ഉണ്ടായിരുന്നോ, നിങ്ങൾ എത്രത്തോളം അവർ താഴ്ന്ന രീതിയിൽ കണക്റ്റ് ചെയ്തോ, നിങ്ങൾ ഏറ്റവും മോശമായ രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ബിഹേവ് ചെയ്തുവെങ്കിൽ അതെല്ലാം ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം അവസാനിക്കും. അവർ ആ നിന്ന സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും ഇപ്പോൾ പോയി നിൽക്കുന്ന അവർ ഭയത്തോടു കൂടി ഓരോ നിമിഷങ്ങളും കഴിഞ്ഞുകൂടുന്ന ആ സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരും, നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഫാമിലി, കുടുംബ ബന്ധവുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യേണ്ടി വരും. അവർക്കവിടെ നിരാശ തന്നെയാണ് കാണുന്നത്. കാരണം അവിടുത്തെ ആ ഒരു എനർജി അത്രത്തോളം അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കണക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് ഫാമിലി എനർജി ആണ് അവരെ ഏറ്റവും രീതിയിൽ ഇമോഷണലി അവർ ഫെയിലിയർ ആവാൻ പോകുന്നത്. ഇമോഷണൽ പരമായിട്ടൊരു ഫെയിലിയർ എനർജി വരുന്നത് ഫാമിലി എനർജിയിൽ നിന്ന് തന്നെയാണ്. കാരണം അവർ ചെയ്ത തെറ്റുകൾ ഈ ഒരു സിറ്റുവേഷൻസിൽ ഇവരറിഞ്ഞാൽ, അവരിപ്പോൾ അവരുടെ ഫാമിലിപരമാകുന്ന ബന്ധത്തിലുള്ളവരുടെ ഫാമിലി അത് അറിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഇവർ ശരിക്കും പറഞ്ഞാൽ പെയിൻഫുള്ളാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരുമോ എന്നുള്ള എനർജിയിൽ 100% ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരും. നിങ്ങൾ കണ്ടൊരു സ്വപ്നം റിയാലിറ്റി ആവും എന്ന്
തന്നെയാണ് കാണുന്നത്. കാരണം നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു വ്യക്തി സീറോ എനർജിയിൽ നിന്ന സമയത്താണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വന്നു. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു അഡിക്ഷൻ എനർജിയോട് കൂടി ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മൈൻഡ് മാറി മാറി സഞ്ചരിക്കുന്നതും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു പേഴ്സൺ മറ്റുള്ളവരാൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് എന്താണ്, ആ ഒരു മറ്റുള്ള ചോയ്സുകൾ ഇവർ ചൂസ് ചെയ്യുന്നൊരു എനർജിയാണ് കേട്ടോ. എന്താണ്, ലവേഴ്സ് എനർജിയാണ്. അവരുടെ ആ ഒരു ബർഡൻ അവസാനിപ്പിക്കാൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകേണ്ടി വരും. പക്ഷേ ഇച്ചിരി എഫോർട്ട് എടുക്കേണ്ടി വരും നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാനെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ എനർജി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു സോൾ കണക്ഷൻസ് ആണ്. മാത്രമല്ല ഒരു മാര്യേജ് എനർജിയിലേക്ക് എത്തിച്ചേരേണ്ട രണ്ട് വ്യക്തികളുടെ എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ്, അതായത് നിങ്ങളിനി എത്ര മാറി നിന്നാലും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകേണ്ട ബന്ധം തന്നെയാണ്. അതെപ്പോഴും ഡിവൈൻ സപ്പോർട്ടോടു കൂടി നിങ്ങളെ വീണ്ടും റീകണക്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചോയ്സിൻ്റെ പിന്നാലെ പോകും. ഇയാൾ ഇച്ചിരി ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സണാണ് കേട്ടോ. അതുകൊണ്ട് എന്താണെങ്കിലും ഇയാൾക്ക് ഫാമിലി എത്രത്തോളം ഇയാളെ പെയിൻഫുള്ളാക്കുന്ന സിറ്റുവേഷൻസിലേക്ക് തള്ളിയാലും ഇയാൾ ഫാമിലിയെ മുറുകെ പിടിക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അതങ്ങനെ സ്ട്രോങ് ആവാനുള്ളൊരു കാരണവും നിങ്ങൾക്ക് തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കർമ്മ നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ്, ഒരു കാർമിക് സിറ്റുവേഷൻസ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് അവരെപ്പോഴും അവർ ഉറക്കം കെടുത്തുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നുള്ളതാണ് 100% ഉറപ്പ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ബേസ് നോക്കുമ്പം പെട്ടെന്ന് മറ്റ് സിറ്റുവേഷൻസിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു. ചോയ്സൊക്കെ വരുമ്പോൾ എല്ലാം നോ പറയേണ്ടത് അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടതൊന്നും ഒരു അതിർവരമ്പില്ലാത്ത വിധം ലൈഫിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് മാത്രം. ചില കാര്യങ്ങളിൽ ഒരു അഡിക്ഷൻ ഉണ്ട്, കൺട്രോളിങ് പവർ കുറവുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. അതായത് പേഴ്സണും വളരെ വ്യക്തമായിട്ട് അറിയാം. അതുമാത്രമല്ല ബന്ധങ്ങൾക്ക് ഒരു വ്യക്തി വാല്യൂ കൊടുക്കുന്ന പേഴ്സണുമാണ് കേട്ടോ. എല്ലാ ബന്ധങ്ങളെയും വളരെയധികം പെർഫെക്റ്റ് ആയിട്ടൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിൽ, അയാളുടെ പേഴ്സണാലിറ്റിയിലുള്ള ആ ഒരു ബലഹീനത അയാളെ പല തെറ്റുകളിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നു. അത് മെയിലായാലും ഫീമെയിലായാലും കേട്ടോ. അതിനകത്ത് ഇപ്പം നമ്മൾ ഏത് റിലേഷന് വേണമെങ്കിലും ഒരു സൗഹൃദ ബന്ധത്തെ പോലും നിങ്ങൾക്കിതിൽ കണക്റ്റ് ചെയ്ത് എടുക്കാം. ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. ഒരിക്കലും ഒരു ഉറപ്പില്ല. എപ്പോഴും ഓവർ തിങ്കിങ് ചെയ്യുകയും എല്ലാത്തിനെയും ചിലപ്പെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തതെന്നുള്ള ഒരു ക്ലിയറൻസ് ആയ ഒരു എനർജി അല്ല, കൺഫ്യൂസ്ഡ് എനർജിയാണ് ഈ ഒരു പേഴ്സണെ ഓരോന്നിലേക്കും പെടുത്തി കളയുന്നതെന്നുകൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും ഒരുപാട് വലിയ പ്രോബ്ലംസും കർമ്മകളൊന്നും ഈ ഒരു പേഴ്സൺ നേരിടേണ്ടി വരുന്നില്ല എന്നാണ് കേട്ടോ കാണുന്നത്. ആ വ്യക്തിയുടെ ആ ഒരു നിഷ്കളങ്കതയുണ്ട്. അതായത് ഡിവൈൻ പോലും ഒന്ന് സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു നിഷ്കളങ്കതയുള്ള പേഴ്സൺ ആയതുകൊണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ ചെറിയ തട്ടുകേടുകളൊക്കെ വന്ന് കർമ്മകൾ കണക്റ്റ് ചെയ്ത് കടന്നു പോകും. മാത്രമല്ല നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അത് പൂർണ്ണമായും നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ഇമോഷൻസ് നൽകാൻ പാകത്തിന് ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നതാണ് ഈ ഒരു റീഡിങ്സിൽ നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ഹൈലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ, റെസനേറ്റ് ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.